ഏയ്, ഒരിക്കലുമില്ല. സുകുമാരൻ സാറായിരിക്കണം ഇത്തവണ മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങൾ എല്ലാവരും എടുത്തിരിക്കുന്ന തീരുമാനം. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അല്ല, ഞാൻ പൊതുവെയുള്ളൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. അല്ല, രാജു ഹൃതി എത്തിയില്ലേ? ഇല്ല, അവരെത്തിയിട്ടില്ല. അന്ന് റിസപ്ഷൻ ദിവസം അവൻ എന്താ പറ്റി നീ തിരക്കിയോ? അത് ഞാൻ തിരക്കി കേട്ടാ. രാജുവിന് അങ്ങനെ മദ്യപിക്കുന്ന ശീലമേ ഇല്ല. അതെന്തോ അബദ്ധത്തിൽ സംഭവിച്ചാണെന്നാ എനിക്ക് തോന്നുന്നത്. ഏയ്, അബദ്ധമൊന്നും ആ വഴിയില്ല. ഈ വീട്ടിൽ മദ്യം കൊണ്ടുവന്ന് വെക്കാനും മദ്യപിച്ച് കയറി വരാനും ധൈര്യമുള്ള ഒരുത്തനല്ലേ ഉള്ളൂ. തോളൊപ്പം വളർന്നൊന്നും നോക്കണ്ട. അവന്റെ മുറിയിൽ കുപ്പിവല്ലോ ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് പൊട്ടിച്ചളഞ്ഞേക്ക്. എതിർത്ത് സംസാരിച്ച 2 പൊട്ടീരും വെച്ചു കൊടുത്തേക്ക്. ശരി കേട്ടാ. രാജുവിന്റെയും ഹൃതിയുടെയും കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. പലർക്കും അവരോട് വിരോധമുണ്ട്. നിന്റെ ഒരു കണ്ണെപ്പോഴും അവർക്ക് നേരെ ഉണ്ടാവണം. ഉണ്ടാവും ചേട്ടാ. അവർക്കവിടെ രാജുവിന്റെ വീട്ടിലെ ക്യാഷിന്റെ പ്രശ്നത്തിൽ അവരെ സഹായിക്കാനാവുന്നില്ലോ എന്നോർത്ത് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? സഹായമൊന്നും വേണ്ടെന്നല്ലേ അവള് പറയുന്നത്. അച്ഛന്റെ മോളല്ലേ, അവളും മനസ്സിലെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. അച്ഛനെ പോലെ തന്നെ വാശിക്ക് അവൾക്കൊരു കുറവില്ലെന്ന് ചേട്ടന് മനസ്സിലായില്ലേ? അവളെ വിവാഹം കഴിപ്പിച്ച് എവിടേക്കെങ്കിലും പറഞ്ഞേക്കാൻ എനിക്ക് ധൃതിയായിരുന്നു. ഇപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് അവള് പോയതിനു ശേഷം പലതും എനിക്ക് മനസ്സിലാവുന്നത്. എന്താ ഏട്ടാ? ഏയ്, ഒന്നുമില്ല. എന്റെ ചിന്താരീതികൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. രാജുവിനെ മദ്യപിച്ചു കണ്ടപ്പോ അവൻ മദ്യപിച്ച് ആരോഗ്യം പാഴാക്കുകയാണല്ലോ എന്നല്ല, എന്റെ മകളുടെ ഭാവി എന്തായിരിക്കുന്ന ഞാൻ ആലോചിച്ചതും എനിക്ക് ദേഷ്യം വന്നതും. ചേട്ടൻ ഋതിക മോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാ.